പൂനെയിൽ 17-ാം നൂറ്റാണ്ടിൽ പണിത ഷാനിവാർ കോട്ടയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഒരു ഹോണ്ടഡ് കോട്ടയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷാനിവാർ വാഡ കോട്ടയെക്കുറിച്ചാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. മറാത്ത സാമ്രാജ്യത്തിൻ്റെ പാരമ്പര്യ ഭരണാധികാരികളായ പേഷുകൾ അഥവാ ജനറൽ അല്ലെങ്കിൽ മന്ത്രിമാർ ഒരിക്കൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വിശ്വസിച്ചിരുന്നില്ലെന്ന് തോന്നുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും ശക്തവുമായ ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ഏറ്റവും വലിയ കാര്യങ്ങളാണ് പലരും പ്രതീക്ഷിക്കുന്നത്. മറാത്ത സാമ്രാജ്യത്തിലെ പ്രവിശ്യകൾ ഭരിക്കുന്ന രീതിയിലുൾപ്പെടെ തലമുറകളോളം തങ്ങളുടെ പ്രതാപം നിലനിർത്തുന്നതിനും അത് കൊണ്ടുപോകുന്നതിനുമുള്ള പല കാര്യങ്ങളും പേഷുകൾ മുന്നോട്ട് വച്ചിരുന്നു. എല്ലാ പേഷുകളിലും വെച്ച് പൂനെയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ബാജിറാവു ഒന്നാമൻ ആയിരുന്നു. ബാജിറാവു ഒന്നാമനെ കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം നേതൃത്വം കൊടുത്ത് നിർമ്മിച്ച പേഷുമാരുടെ ആസ്ഥാനമായിരുന്ന 13 നിലകളുള്ള കോട്ട അതിഗംഭീരമായി നിൽക്കുന്നത് കാണാം. ഷാനിവാർ വാഡ എന്ന് വിളിക്കുന്ന ഈ കോട്ട അതീവ തന്ത്രപരമായ ഒരു നിർമ്മിതിയാണ്. 1736 പണിത ഈ കോട്ട അക്കാലത്ത് ചുറ്റുമുള്ള ഏറ്റവും ശക്തവും സുരക്ഷിതവുമായ കോട്ടകളിൽ നിന്നായിരുന്നു. അതിമനോഹരമായ വാസ്തുവിദ്യയും അതിശയകരമായ യുദ്ധപ്രതിരോധ മാർഗങ്ങളും കോട്ടയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള രഹസ്യം ഭൂഗർഭ വഴികളും ഉൾപ്പെടെ വളരെ സവിശേഷം നിറഞ്ഞതാണ് ഷാനിവാർ വാഡ കോട്ട. ഷാനിവാർ വാഡ കോട്ടയെക്കുറിച്ച് പലർക്കും, പ്രത്യേകിച്ച് പുറത്തുനിന്നെത്തുന്ന സഞ്ചാരികൾ അറിയാത്ത ഒട്ടേറെ കഥകളുണ്ട്. ഈ കോട്ടയെ പലരും ഒരു ദുരൂഹ ഇടമായിട്ടാണ് കാണുന്നത്. പേഷുമാരുടെ ചരിത്രത്തിൻ്റെ നിരവധി അധ്യായങ്ങൾ കണ്ട ഇടമാണ് ഈ കോട്ട. ധീരരും സ്വാധീനമുള്ളവരുമായ ഭരണാധികാരികളുടെ വീരകഥകൾ മാത്രമല്ല, പേഷുകളുടെ ദാരുണമായ മരണങ്ങളും പതനങ്ങളും ഒക്കെ ഈ കോട്ടയ്ക്ക് പറയാനുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയാണ് 10ാമത്തെ പേഷുവായിരുന്ന 18കാരനായ നാരായൺ റാവുവിൻ്റെ കഥ. യുവാവായ നാരായൺ റാവു പേഷുപ്പട്ടവും ഇരിപ്പിടവും അവകാശമാക്കിയപ്പോൾ അത് എല്ലാവർക്കും വേണ്ടത്ര സ്വീകാര്യമായില്ല. ഈ അസന്തുഷ്ടരായ ആളുകളിൽ ഉൾപ്പെട്ടവരായിരുന്നു നാരായൺ റാവുവിൻ്റെ അതിമോഹിയായ അമ്മാവൻ രഘുനാഥ് റാവുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനന്ദബായിയും. നാരായൺ റാവു പേഷു സിംഹാസനം നേടിയെന്ന വാർത്ത പുറത്തു വന്നതോടെ ആ യുവാവിനെ കൊലപ്പെടുത്തുവാനുള്ള ആസൂത്രണം അവർ ചെയ്യാൻ തുടങ്ങി. തുടർന്നുള്ള കാര്യങ്ങൾ ഭയാനകവും അതിദാരുണവുമായിരുന്നു. ഗാർഡിസ് എന്ന് വിളിക്കുന്ന ഒരു വേട്ടക്കാരുടെ ഗോത്രത്തിൻ്റെ സഹായത്തോടെ രഘുനാഥ് റാവു യുവാവായ നാരായണ റാവുവിനെ കൊന്ന് ശരീരഭാഗങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി അടുത്തുള്ള നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് ആ ദാരുണമായ കൊലപാതകം മുതൽ ഷാനിവാർ വാഡ കോട്ട ഭയാനകമായ സംഭവങ്ങളുടെ ഒരു കേന്ദ്രമായി മാറി. ചിലർ അതിനുള്ളിൽ കൊല്ലപ്പെട്ടു. പിന്നീട് പലരും ആ കോട്ടയിൽ കഴിയാൻ ഭയന്നു. ഇപ്പോൾ ഷാനിവാർ വാഡയെ പ്രദേശവാസികൾ പ്രേതക്കോട്ട പോലെയാണ് കാണുന്നത്. ഇപ്പോഴും യുവ പേഷുയുടെ ഭയാനകമായ നിലവിളികൾ ചിലപ്പോൾ കേൾക്കാറുണ്ടെന്ന് പല നാട്ടുകാരും പറയുന്നു. പൗർണമി രാത്രികളിൽ നാരായണ റാവുവിൻ്റെ പ്രേതാത്മാവ് നിലവിളിക്കുന്നത് കേൾക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ ഒരു കിംവദന്തി. യുവ പേഷിയുടെ അമ്മാവ എന്നെ രക്ഷിക്കൂ എന്ന അലർച്ച രാത്രികാലങ്ങളിൽ കേൾക്കാറുണ്ടത്രേ. പ്രദേശത്ത് ജോലി ചെയ്യുന്ന പലരും ഈ നിലവിളികൾ കേട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് പൂനെയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നാണ് ഷാനിവാർ വാഡ കോട്ട. 13 നിലകളിലുള്ള കോട്ടയുടെ താഴത്തെ നിലകൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. കോട്ടയുടെ 5 കവാടങ്ങൾ ഇപ്പോഴുമുണ്ട്. ഡൽഹി ദർവാസ, ഗിദ്ഗി ദർവാസ, ഗണേഷ് ദർവാസ, നാരായൺ ദർവാസ, മസ്താനി ദർവാസ എന്നിങ്ങനെയുള്ള 5 കവാടങ്ങൾ ഇവിടെ കാണാം. ഷാനിവാർ വാഡ കോട്ടയെക്കുറിച്ചുള്ള കഥകളുടെ ഭയം കൊണ്ടോ എന്തോ വൈകുന്നേരം 6:30 ശേഷം കോട്ടയിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം പറയുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.